ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വോക്സ് മലയാളം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാം പക്ഷെ സംസാരിക്കാൻ പേടിയുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. വലിയ വലിയ വാക്കുകളൊന്നും ഇതിലില്ല, വളരെ ചെറിയ സിമ്പിളായ വാചകങ്ങൾ. പക്ഷേ നമ്മൾ വെറുതെ കഥ പറഞ്ഞു പോവുകയല്ല. ഓരോ വാചകവും എടുത്ത് അതിലെ ഓരോ വാക്കിന്റെയും അർത്ഥം പഠിച്ച് അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരും. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്വന്തമായി കുറേ വാചകങ്ങൾ പറയാൻ സാധിക്കും. നമുക്ക് തുടങ്ങാം. Are you ready? Let's begin. The honest woodcutter. സത്യസന്ധനായ മരം വെട്ടുകാരൻ. ആദ്യത്തെ വാചകം ശ്രദ്ധിച്ചു കേൾക്കൂ. A poor woodcutter was cutting a tree near a river. ഇതിന്റെ അർത്ഥം, ഒരു പാവപ്പെട്ട മരം വെട്ടുകാരിൽ ഒരു പുഴയുടെ അടുത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. A poor woodcutter was cutting a tree near a river. നമുക്ക് ഓരോ വാക്കായി പഠിക്കാം. ആദ്യത്തെ വാക്ക് poor. ഇതിന്റെ അർത്ഥം പാവപ്പെട്ട എന്നാണ്. He is a poor man. അവനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. He is a poor man. അടുത്തത് woodcutter, മരം വെട്ടുകാരൻ. അടുത്തത് ശ്രദ്ധിക്കൂ. was cutting, വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കട്ട് എന്നാൽ വെട്ടുക, was cutting എന്നാൽ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ഭർത്താവിനോടോ ഭാര്യയോടോ ഫോണിൽ സംസാരിക്കുമ്പോൾ ചോദിക്കില്ലേ, നീ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ പറയാം, I was cooking. ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. I was cooking. I was cooking. ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ I was driving. ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. I was driving. I was driving. ഇനി ഈ വരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് near എന്നുവെച്ചാൽ അടുത്ത്. ഉദാഹരണത്തിന്, My house is near the bus stop. എന്റെ വീട് ബസ് സ്റ്റോപ്പിന് അടുത്താണ്. My house is near the bus stop. എന്റെ വീട് ബസ് സ്റ്റോപ്പിന് അടുത്താണ്. My house is near the bus stop. Is the bank near? ബാങ്ക് അടുത്താണോ? Is the bank near? Is the bank near? എന്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ. Near a river. പുഴയുടെ അടുത്ത്. Near a river. Near the office. ഓഫീസിനടുത്ത്. Near the office. Near the office. അപ്പോൾ നമ്മുടെ കഥയിലെ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ നോക്കാം. A poor woodcutter was cutting a tree near a river. ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ ഒരു പുഴയുടെ അടുത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു അപകടം സംഭവിച്ചത്. Suddenly his axe fell into the water. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മഴു വെള്ളത്തിലേക്ക് വീണു. Suddenly his axe fell into the water. വാക്കുകൾ നോക്കാം. സഡൻലി. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന്. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, പെട്ടെന്ന് കറണ്ട് പോയി, പെട്ടെന്ന് മഴ പെയ്തു. അവിടെയൊക്കെ ഈ വാക്ക് ഉപയോഗിക്കാം. സഡൻലി. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് മഴ തുടങ്ങി. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ആക്സ്, മഴു. ഫെൽ എന്നുവെച്ചാൽ വീണു. ഫോൾ എന്നാൽ വീഴുക. ഫെൽ എന്നാൽ വീണുകഴിഞ്ഞു, പാസ്റ്റ് ടെൻസ്. ഫോൾ വീഴുക, പ്രസന്റ് ടെൻസ്. ഫെൽ വീണു, പാസ്റ്റ് ടെൻസ്. എളുപ്പമല്ലേ? ഉദാഹരണം നോക്കൂ. മൈ ഫോൺ ഫെൽ ഡൗൺ. എന്റെ ഫോൺ താഴെ വീണു. എന്റെ കൂടെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യൂ. മൈ ഫോൺ ഫെൽ ഡൗൺ. മൈ ഫോൺ ഫെൽ ഡൗൺ. കുട്ടികൾ കളിക്കുമ്പോൾ വീണാൽ പറയാം, ഹീ ഫെൽ. അവൻ വീണു. ഹീ ഫെൽ. അടുത്ത വാക്ക് ഇൻടു. ഇൻടു എന്നുവെച്ചാൽ ഉള്ളിലേക്ക് എന്നാണ് അർത്ഥം വരുന്നത്. വെള്ളത്തിലേക്ക് വീണു എന്ന് പറയുമ്പോൾ ഇൻ ദ വാട്ടർ എന്നല്ല, ഇൻടു ദ വാട്ടർ എന്നാണ് പറയേണ്ടത്. കാരണം അവിടെ ഒരു മൂവ്മെന്റ് അഥവാ ചലനമുണ്ട്. ഇൻടു ദ വാട്ടർ. അപ്പോൾ നമുക്കൊന്നുകൂടി ആ സെന്റൻസ് പറയാം. സഡൻലി ഹിസ് ആക്സ് ഫെൽ ഇൻടു ദ വാട്ടർ.
പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മഴു വെള്ളത്തിലേക്ക് വീണു. മഴ പോയപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഹീ സ്റ്റാർട്ടഡ് ടു ക്രൈ ബിക്കോസ് ഹീ ഹാഡ് നോ മണി. അദ്ദേഹത്തിന് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. എന്റെ കൂടെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യൂ. ഹീ സ്റ്റാർട്ടഡ് ടു ക്രൈ ബിക്കോസ് ഹീ ഹാഡ് നോ മണി. അദ്ദേഹത്തിന് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് ടു ക്രൈ ബിക്കോസ് ഹീ ഹാഡ് നോ മണി. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, സ്റ്റാർട്ടഡ് ടു എന്നുവെച്ചാൽ തുടങ്ങി. എക്സാമ്പിൾസ് നോക്കാം. ഹീ സ്റ്റാർട്ടഡ് ടു വർക്ക്. അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് ടു വർക്ക്. അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് ടു വർക്ക്. ദ ബേബി സ്റ്റാർട്ടഡ് ടു വാക്ക്. കുഞ്ഞ് നടക്കാൻ തുടങ്ങി. ദ ബേബി സ്റ്റാർട്ടഡ് ടു വാക്ക്. ദ ബേബി സ്റ്റാർട്ടഡ് ടു വാക്ക്. രണ്ടാമത്തെ വാക്ക് ക്രൈ, കരയുക, ക്രൈ. മൂന്നാമതായി നമ്മൾ പഠിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ്, ബിക്കോസ്. ബിക്കോസ് എന്നുവെച്ചാൽ എന്താണ്? കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് എന്നാണ് അർത്ഥം. 2 കാര്യങ്ങളെ യോജിപ്പിക്കാൻ ഈ വാക്ക് നമ്മളെ സഹായിക്കും. ഞാൻ വന്നില്ല കാരണം എനിക്ക് സുഖമില്ലായിരുന്നു. ഐ ഡിഡ് നോട്ട് കം ബിക്കോസ് ഐ വാസ് സിക്ക്. ഞാൻ വന്നില്ല, ഐ ഡിഡ് നോട്ട് കം, കാരണം ബിക്കോസ് എനിക്ക് സുഖമില്ലായിരുന്നു, ഐ വാസ് സിക്ക്. ഐ ഡിഡ് നോട്ട് കം ബിക്കോസ് ഐ വാസ് സിക്ക്. വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എപ്പോഴും ബിക്കോസ്. നോ മണി എന്നുവെച്ചാൽ പണമില്ല. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സെന്റൻസ് ഉണ്ടാക്കാമോ? ഐ എം ഹാപ്പി ബിക്കോസ്. ഞാൻ സന്തോഷവാനാണ് കാരണം. ഉദാഹരണത്തിന്, ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എ ജോബ്. എനിക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എ ജോബ്. യെസ്. അപ്പോൾ കഥയിലെ വാക്യം നമുക്കൊന്നൂടെ നോക്കാം. ഹീ സ്റ്റാർട്ടഡ് ടു ക്രൈ ബിക്കോസ് ഹീ ഹാഡ് നോ മണി. അദ്ദേഹത്തിന് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് ആരാണ് വന്നത്? ദ റിവർ ഗോഡ് അപ്പിയർഡ് ആൻഡ് ആസ്ക്ഡ്, വൈ ആർ യു ക്രൈയിങ്? പുഴയിലെ ദൈവം പ്രത്യക്ഷപ്പെടുകയും ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് കരയുന്നത്? ദ റിവർ ഗോഡ് അപ്പിയർഡ് ആൻഡ് ആസ്ക്ഡ്, വൈ ആർ യു ക്രൈയിങ്? അപ്പിയർഡ് പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ മുന്നിൽ വന്നു. അപ്പിയർഡ്. ആസ്ക്ഡ്. ആസ്ക്ഡ് എന്നുവെച്ചാൽ ചോദിച്ചു. ഓഫീസിൽ പറയാം, ഹി ആസ്ക്ഡ് മീ എ ഡൗട്ട്. അവൻ എന്നോടൊരു സംശയം ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ എ ഡൗട്ട്. ഹി ആസ്ക്ഡ് മീ എ ഡൗട്ട്. വൈ ആർ യു ക്രൈം? നീ എന്തിനാണ് കരയുന്നത്? ഇതൊരു ചോദ്യമാണ്. ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചോളൂ. വൈ ആർ യു? വൈ ആർ യു ലേറ്റ്? നീ എന്താണ് വൈകിയത്? വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? വൈ ആർ യു സാഡ്? നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? വൈ ആർ യു സാഡ്? വൈ ആർ യു ഗോയിങ്? നീ എന്തിനാണ് പോകുന്നത്? വൈ ആർ യു ഗോയിങ്? വൈ ആർ യു ഗോയിങ്? ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കുന്നതായി സങ്കൽപ്പിക്കുക, വൈ ആർ യു ഹാപ്പി ടുഡേ? നീ ഇന്ന് എന്താണിത്ര സന്തോഷത്തിൽ? വൈ ആർ യു ഹാപ്പി ടുഡേ? വൈ ആർ യു ഹാപ്പി ടുഡേ? So, the river god appeared and asked, why are you crying? പുഴയിലെ ദൈവം പ്രത്യക്ഷപ്പെടുകയും ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് കരയുന്നത്? അതുകഴിഞ്ഞ് ദൈവം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. The god showed a golden axe. The man said, no, not mine. അർത്ഥം, ദൈവം ഒരു സ്വർണ്ണ മഴു കാണിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, അതെന്റേതല്ല. Showed എന്നുവെച്ചാൽ കാണിച്ചു. Show me your ID card. നിങ്ങളുടെ ID കാർഡ് എന്നെ കാണിക്കൂ. Show me your ID card. Show me your ID card. Golden. സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണ്ണത്താൽ ഉണ്ടാക്കിയ. Mine. Mine എന്നുവെച്ചാൽ എന്റേത്. വളരെ പ്രധാനപ്പെട്ട വാക്കാണിത്. My എന്നാൽ എന്റെ. Mine എന്നാൽ എന്റേത്. This phone is mine. ഈ ഫോൺ എന്റേതാണ്. ബസ്സിലോ ട്രെയിനിലോ ചോദിക്കാം, Is this seat yours? ഈ സീറ്റ് നിങ്ങളുടേതാണോ?
Is this seat yours? അപ്പോൾ മറുപടി പറയാം, Yes, it is mine. അതെ, ഇതെന്റേതാണ്. Yes, it is mine. കുട്ടികൾ എപ്പോഴും പറയുന്ന വാക്കല്ലേ ഇത്? It's mine. അതെന്റേതാ. It is തന്നെയാണ് നമ്മൾ it's എന്ന് പറയുന്നത് കേട്ടോ. It's mine. അതെന്റേതാണ്. It's mine. നിങ്ങളുടെ കയ്യിലുള്ള പേനയോ ഫോണോ നോക്കി പറയൂ. This is mine. ഇത് എന്റേതാണ്. This is mine. This is mine. ദൈവം സ്വർണമഴു കാണിച്ചപ്പോൾ മരം വെട്ടുകാരൻ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്തു ചെയ്തു? Then the God showed a silver axe. പിന്നീട് ദൈവം ഒരു വെള്ളിമഴു കാണിച്ചു. Then the God showed a silver axe. ഇവിടെ 2 വാക്കുകൾ പഠിക്കാനുണ്ട്. ആദ്യത്തെ വാക്ക് then, T-H-E-N, then. ഇതിന്റെ അർത്ഥം പിന്നീട് അല്ലെങ്കിൽ അപ്പോൾ എന്നാണ്. നമ്മളൊരു കാര്യം വിവരിക്കുമ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഫസ്റ്റ് ഐ വെന്റ് ടു ദ ഷോപ്പ്, then ഐ വെന്റ് ഹോം. ആദ്യം ഞാൻ കടയിൽ പോയി, പിന്നീട് ഞാൻ വീട്ടിൽ പോയി. ഫസ്റ്റ് ഐ വെന്റ് ടു ദ ഷോപ്പ്, ആദ്യം ഞാൻ കടയിൽ പോയി. then പിന്നീട് ഐ വെന്റ് ഹോം, ഞാൻ വീട്ടിൽ പോയി. രണ്ടാമത്തെ വാക്ക് സിൽവർ. സിൽവർ, വെള്ളി. സിൽവർ ആക്സ് എന്നാൽ വെള്ളിമഴു. ഇനി ആ വെള്ളിമഴു കണ്ടപ്പോൾ മരംവെട്ടുകാരൻ എന്തു പറഞ്ഞു? The man said, No, this is not mine. അർത്ഥം, ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഇത് എന്റേതല്ല. The man said, No, this is not mine. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ മനുഷ്യന്റെ ഇമോഷൻ അഥവാ വികാരമാണ്. സ്വർണവും വെള്ളിയും കണ്ടിട്ട് അയാൾക്ക് സന്തോഷമല്ല, മറിച്ച് സങ്കടമാണ് വന്നത്. കാരണമെന്താണ്? അയാൾക്ക് വേണ്ടത് അയാളുടെ പഴയ ഇരുമ്പു മഴു മാത്രമാണ്. ദൈവം വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി. അടുത്ത വരി ശ്രദ്ധിച്ചു കേൾക്കൂ. ഫൈനലി ദ ഗോഡ് ഷോഡ് ദ ഓൾഡ് അയൺ ആക്സ്. അർത്ഥം, ഒടുവിൽ അല്ലെങ്കിൽ അവസാനം ദൈവം പഴയ ഇരുമ്പു മഴു കാണിച്ചു. ഫൈനലി ദ ഗോഡ് ഷോഡ് ദ ഓൾഡ് അയൺ ആക്സ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട 3 വാക്കുകളാണ്. ഒന്ന്, ഫൈനലി. ഫൈനലി എന്നുവെച്ചാൽ അവസാനം അല്ലെങ്കിൽ ഒടുവിൽ. ഓഫീസിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണിത്. ഫൈനലി ഐ ഗോട്ട് ദ ജോബ്. അവസാനം എനിക്ക് ജോലി കിട്ടി. ഫൈനലി ഐ ഗോട്ട് ദ ജോബ്. അവസാനം എനിക്ക് ജോലി കിട്ടി. ഫൈനലി ദ ബസ് കെയിം. അവസാനം ബസ് വന്നു. ഫൈനലി ദ ബസ് കെയിം. അവസാനം ബസ് വന്നു. ഫൈനലി ദ ബസ് കെയിം. ഓൾഡ് എന്നുവെച്ചാൽ പഴയത്. അയൺ. അയൺ, ഇവിടെ ആർ എന്ന അക്ഷരം അധികം അമർത്തി പറയരുത്. അയൺ, ഇരുമ്പ്. അയൺ ആക്സ് എന്നാൽ ഇരുമ്പ് മഴു. അപ്പോ സ്വന്തം മഴു കണ്ടപ്പോ ആ പാവം മനുഷ്യന് എന്ത് തോന്നി? The man smiled happily and said, Yes, this is mine. ആ മനുഷ്യൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇതെന്റേതാണ്. The man smiled happily and said, Yes, this is mine. ഇവിടെ നോക്കൂ, സ്മൈൽഡ് ഹാപ്പിലി, സന്തോഷത്തോടെ ചിരിച്ചു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ സ്വന്തം മഴു കണ്ടപ്പോൾ ചിരിച്ചു. യെസ്, ദിസ് ഇസ് മൈൻ. അതെ, ഇതെന്റേതാണ്. ഈയൊരു നിമിഷമാണ് കഥയിലെ ഏറ്റവും വലിയ ഗുണപാഠമിരിക്കുന്നത്. സ്വർണവും വെള്ളിയും വേണ്ടെന്ന് വെച്ച് തുരുമ്പിച്ച ഇരുമ്പുമഴു മാത്രം സത്യസന്ധമായി തിരഞ്ഞെടുത്ത അദ്ദേഹത്തിന്റെ മനസ്സ്. ഇത് കണ്ട് ദൈവം എന്തു ചെയ്തു? The God was very happy with his honesty. ദൈവത്തിന് അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ഒത്തിരി സന്തോഷം തോന്നി. The God was very happy with his honesty. Honesty. നമ്മൾ നേരത്തെ പഠിച്ചു, സത്യസന്ധത. Very happy, വളരെ സന്തോഷം. The God was very happy with his honesty. ദൈവത്തിന് അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ഒത്തിരി സന്തോഷം തോന്നി. അദ്ദേഹം ആ 3 മഴുകളും ആ പാവം മനുഷ്യന് നൽകി. He gave all the 3 axes to the poor man. All the 3 axes എന്നുവെച്ചാൽ ആ 3 മഴുകളും സ്വർണവും വെള്ളിയും ഇരുമ്പും. അതാണ് സത്യസന്ധതയ്ക്കുള്ള സമ്മാനം അഥവാ റിവാർഡ്. അദ്ദേഹം ആ 3 മഴുകളും ആ പാവം മനുഷ്യന് നൽകി. He gave all the 3 axes to the poor man. ഒന്നാലോചിച്ചു നോക്കൂ, ആദ്യം സ്വർണമഴു കണ്ടപ്പോൾ അദ്ദേഹം ഇതെന്റേതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ലഭിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സത്യം മാത്രം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം കിട്ടി. ഇപ്പോൾ നമ്മൾ കഥ മുഴുവനായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമുക്ക് 3 കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. 1. റീഡിംഗ് പ്രാക്ടീസ്. കഥ മുഴുവനായി ഇംഗ്ലീഷിൽ വായിക്കാം. 2. ഷാഡോയിങ് പ്രാക്ടീസ്.
പുതിയ വാക്കുകളും ഉദാഹരണങ്ങളും എന്റെ കൂടെ ഉറക്കെ പറഞ്ഞു പഠിക്കാം. 3. സിമ്പിൾ Q&A, കഥയിൽ നിന്ന് ലളിതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. Are you ready? നമുക്ക് തുടങ്ങാം. Reading. Practice. ഞാൻ ഈ കഥ ഇംഗ്ലീഷിൽ സാവധാനം വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ കൂടെ വായിക്കാനും ശ്രമിക്കുക. A poor woodcutter was cutting a tree near a river. Suddenly, his axe fell into the water. He started to cry because he had no money. The river god appeared and asked, "Why are you crying?" The god showed a golden axe. The man said, "No, not mine." Then the god showed a silver axe. The man said, "No, not mine." Finally, the god showed the old iron axe. The man smiled happily and said, "Yes, this is mine." The god was happy with his honesty and gave him all 3 axes. Excellent. Now let's go to the next section. Shadowing. Practice. ഇനി നമുക്ക് ഷാഡോയിങ് ചെയ്യാം. ഞാനൊരു ഇംഗ്ലീഷ് വാചകം പറയും, അതിനുശേഷം അർത്ഥം മലയാളത്തിൽ പറയും. അപ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിൽ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം. ആദ്യത്തെ വാക്ക് സഡൻലി, പെട്ടെന്ന്. സഡൻലി ദ ബസ് കെയിം. പെട്ടെന്ന് ബസ് വന്നു. പറയൂ, സഡൻലി ദ ബസ് കെയിം. സഡൻലി ദ ബസ് കെയിം. യെസ്, എക്സലന്റ്. രണ്ടാമത്തെ വാക്ക് നിയർ എന്നുവെച്ചാൽ അടുത്ത്. മൈ ഓഫീസ് ഈസ് നിയർ ദ പാർക്ക്. എന്റെ ഓഫീസ് പാർക്കിന് അടുത്താണ്. മൈ ഓഫീസ് ഈസ് നിയർ ദ പാർക്ക്. മൈ ഓഫീസ് ഈസ് നിയർ ദ പാർക്ക്. അടുത്ത വാക്ക് മൈൻ, എന്റേത്. ദാറ്റ് ബാഗ് ഈസ് മൈൻ. ആ ബാഗ് എന്റേതാണ്. ദാറ്റ് ബാഗ് ഈസ് മൈൻ. ദാറ്റ് ബാഗ് ഈസ് മൈൻ. ഫൈനലി എന്നുവെച്ചാൽ അവസാനം അല്ലെങ്കിൽ ഒടുവിൽ. ഫൈനലി ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. അവസാനം ഞാൻ എന്റെ ജോലി തീർത്തു. ഫൈനലി ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. ഫൈനലി ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. ഗേവ്, നൽകി അല്ലെങ്കിൽ കൊടുത്തു. ഹി ഗേവ് മീ വാട്ടർ. അവൻ എനിക്ക് വെള്ളം നൽകി. ഹി ഗേവ് മീ വാട്ടർ. ഹി ഗേവ് മീ വാട്ടർ. വെരി ഗുഡ്. Question and answer. ഇനി നമുക്കൊരു ചെറിയ ഗ്രാമർ ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു ചോദ്യവും പൂർണ്ണമായ 2 വാചകങ്ങളുള്ള ഓപ്ഷനുകളും തരും. ഇതിൽ ഒരു വാചകത്തിൽ ചെറിയൊരു ഗ്രാമർ തെറ്റുണ്ട്. രണ്ടാമത്തേത് പൂർണ്ണമായും ശരിയാണ്. ഏതാണ് ശരിയായ ഇംഗ്ലീഷ് വാചകം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. തയ്യാറല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. മരം വെട്ടുകാരൻ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന് പറയാൻ ഇതിൽ ഏത് വാചകമാണ് ശരി? ഓപ്ഷൻ എ, ദ വുഡ് കട്ടർ വാസ് കട്ട് എ ട്രീ നിയർ ദ റിവർ. ഓപ്ഷൻ ബി, ദ വുഡ് കട്ടർ വാസ് കട്ടിംഗ് എ ട്രീ നിയർ ദ റിവർ. The correct answer is option B. The woodcutter was cutting a tree near the river. കാരണം ശ്രദ്ധിക്കൂ, അദ്ദേഹം ആ സമയത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വാസ് കഴിഞ്ഞാൽ വരുന്ന വാക്കിന്റെ കൂടെ ing ചേർക്കണം. അതുകൊണ്ട് വാസ് കട്ട് എന്നത് തെറ്റാണ്. വാസ് കട്ടിംഗ് എന്നാണ് പറയേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മഴു വെള്ളത്തിലേക്ക് വീണു. ഇത് ഇംഗ്ലീഷിൽ പറയാൻ ഏതാണ് ശരി? ഓപ്ഷൻ എ, സഡൻലി ഹിസ് ആക്സ് ഫെൽ ഇൻടു ദ വാട്ടർ. ഓപ്ഷൻ ബി, സഡൻലി ഹിസ് ആക്സ് fall into the water. The correct answer is option A. Suddenly his axe fell into the water. ഇവിടെ എന്താണ് തെറ്റെന്ന് മനസ്സിലായോ? fall എന്നാൽ വീഴുക. അതൊരു പ്രസന്റ് ടെൻസ് ആണ്. എന്നാൽ കഥ നടക്കുന്നത് കഴിഞ്ഞ കാലത്താണ്, പാസ്റ്റ് ടെൻസ്. വീണു എന്ന് കഴിഞ്ഞ കാര്യം പറയാൻ നമ്മൾ fell എന്നാണ് ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വർണമഴു കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഇതെന്റേതല്ല. ഏതാണ് ശരിയായ വാചകം? ഓപ്ഷൻ എ, നോ, ദിസ് ഇസ് നോട്ട് മൈ. ഓപ്ഷൻ ബി, നോ, ദിസ് ഇസ് നോട്ട് മൈൻ.
The correct answer is option B. No, this is not mine. പലരും വരുത്തുന്ന ഒരു തെറ്റാണിത്. മൈ എന്നാൽ എന്റെ. അതിനുശേഷം എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ പേര് വരണം. ഉദാഹരണത്തിന് മൈ ആക്സ്, എന്റെ മഴു. എന്നാൽ ഇവിടെ എന്റേത് എന്നാണ് പറയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് മൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദൈവത്തിന് വളരെ സന്തോഷം തോന്നി. ഇതെങ്ങനെ ശരിയായി പറയാം? ഓപ്ഷൻ എ, The God were very happy. ഓപ്ഷൻ ബി, The God was very happy. The correct answer is option B. The God was very happy. കാരണം ദൈവം എന്നത് ഒരാളാണ്, സിംഗുലർ. ഒരാളെക്കുറിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും was ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ were ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര ഉത്തരങ്ങൾ ശരിയായി എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. തെറ്റിപ്പോയെങ്കിലും വിഷമിക്കേണ്ട. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ഗ്രാമർ ശരിയായി പഠിക്കുന്നത്. മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം അല്ലെങ്കിൽ മാർഗം. നമ്മുടെ ഓഫീസിലായാലും കുടുംബത്തിലായാലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഈ കഥയിലെ മരം വെട്ടുകാരനെ പോലെ വലിയ നേട്ടങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? എന്നോട് കമൻസിൽ പറയണേ. നിങ്ങൾക്കൊരു ടാസ്ക് ചെയ്യാൻ ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, മൈ ഫേവറിറ്റ് ഫുഡ് ഈസ് ബിരിയാണി. ഇതുപോലെ ഓരോരോ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതിനുവേണ്ടിയാണ് കേട്ടോ ഇത്. ധൈര്യമായി ടൈപ്പ് ചെയ്യൂ. ഞാൻ എല്ലാവർക്കും ഹാർട്ട് തരുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. Thank you so much for watching. Keep practicing and I will see you in the next class. Bye.